വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടയിൽ 9 വയസ്സുകാരൻ മരിച്ചു. ബേഡകം സ്വദേശി അഷ്റഫ് ബുഷറ ദമ്പതികളുടെ മകൻ ഇയാസാണ് മരിച്ചത്. ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്നാണ് ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ളത്. ഒരു പ്രതികരണം. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഇത് കുറച്ച് ഹാർട്ട് വീക്കായി, പിന്നെ ശേഷം അതിനുള്ള മരുന്ന് കൊടുത്ത്. അപ്പോൾ പിന്നെ ലെൻസിൽ വെള്ളം കയറി. പിന്നെ ഡോക്ടർ പറഞ്ഞ് റിക്കവറി തിരിച്ച് വരുന്നവരില്ല എന്ന് തന്നെ ആദ്യം തന്നെ ഫസ്റ്റ് ടൈം പറയുന്നത് തന്നെ അങ്ങനെയാണ്. ഇന്ന് രാവിലെ പൊക്കിളിന് ചെറിയൊരു വെള്ളം വന്നുകൊണ്ടായി. വലിയ പ്രശ്നമുള്ളതല്ല, ഏതായാലും ചെയ്താൽ നല്ലതെന്നുള്ള ആൾക്കാണ് ഡോക്ടർമാരോട് പറഞ്ഞത്. ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞത്. അല്ല, ഞാൻ കുറെ കാണിച്ചിരുന്നു, പിന്നെ ഇവിടെ കാണിച്ചതാ. ഞാനൊരു 3 മാസം മുമ്പ് ഡേറ്റ് കിട്ടിയതാ. അരുൺ പൂപ്പറമ്പിയുണ്ട് നമുക്കൊപ്പം. അരുൺ, ഇപ്പോൾ സംസാരിച്ചത് ആ കുട്ടിയുടെ പിതാവാണോ? 9 വയസ്സ് മാത്രമാണ് ആ കുഞ്ഞിന് പ്രായം. ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്ന് വരുന്നു, ഇപ്പോൾ മരണം സംഭവിക്കുന്നു, അതും ശസ്ത്രക്രിയക്കിടെ. എന്തെങ്കിലും ചികിത്സാ പിഴവോ അങ്ങനെ എന്തെങ്കിലും ആരോപണം, സംശയം കുടുംബത്തിനുണ്ടോ? ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിശദീകരണം വന്നിട്ടുണ്ടോ അരുൺ? ഷിഹാസ്, അങ്ങനെ ഒരു സംശയം, എന്തെങ്കിലും ചികിത്സയിലുള്ള പിഴവ് സംഭവിച്ചതാണോ എന്നൊരു സംശയം ആ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ അവർക്കത് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. ഇന്ന് രാവിലെയാണ് ഈ 9 വയസ്സുകാരനെ ഈ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ഉദര സംബന്ധമായ, അതായത് കുടലിൽ പൊക്കിൾ ഭാഗത്തു നിന്ന് വെള്ളം വരുന്നതുമായി ബന്ധപ്പെട്ട ആണ് ചികിത്സ ഉണ്ടായിരുന്നത്. അതിൽ ഇന്നാണ് ഈ ഓപ്പറേഷൻ്റെ തീയതി നൽകിയത്. അത് പ്രകാരമാണ് ഈ ശസ്ത്രക്രിയ നടക്കുകയും ചെയ്തത്. ഞാനിപ്പോൾ ഉള്ളത് ഈ ജനറൽ ആശുപത്രിക്ക് മുന്നിലാണ്, അതിൻ്റെ മോർച്ചറിക്ക് മുന്നിലാണ്. ഇപ്പോൾ ഈ മൃതദേഹം ഈ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടാണുള്ളത്. ഈ അനസ്തേഷ്യ നൽകിയിട്ടാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് എന്നതാണ് ബന്ധുക്കൾ പറയുന്നത്. പക്ഷേ എന്താണ് സംഭവിച്ചത്? ആദ്യം ഈ ഡോക്ടർമാർ പറഞ്ഞത് അത്ര ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുള്ള ഓപ്പറേഷനാണ് എന്ന തരത്തിലല്ല പറഞ്ഞത്. ഒരു മൈനർ സർജറി എന്ന നിലയിലായിരുന്നു ഇവരുടെ പ്രതികരണം. ഡോക്ടർമാർ ഇവരെ ബന്ധുക്കളെ അറിയിച്ചത്. പിന്നീടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു എന്ന വിവരമാണ് ഡോക്ടർമാർ ഇവരെ അറിയിച്ചത്. ഇവിടെ മറ്റു ബന്ധുക്കളൊക്കെ ഉണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഞങ്ങൾക്കറിയില്ല. പിന്നെ ഓപ്പറേഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പം മരണവിവരം അറിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. നമ്മൾക്ക് ഈ മരിച്ചതിന് ശേഷമാണ് വിവരം അറിയുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ഞങ്ങളൊരു മീറ്റിങ്ങിലുണ്ടായിരുന്നു. അയാൾ അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഞാൻ പ്രസിഡൻ്റാണ്. അപ്പോൾ അയാൾ പറഞ്ഞ് എനിക്ക് പിന്നെ കുട്ടീനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, ഇന്ന് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല എന്ന് ലീവ് തന്നിരുന്നു. അപ്പോൾ അന്ന് അത്ര വലിയൊരു പ്രയാസമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ പെട്ടെന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിവരം കിട്ടുന്നത്. എന്തായാലും ഈ കുട്ടിയുടെ പിതാവ് നമ്മോട് സംസാരിച്ചിരുന്നു, അതാണ് നമ്മൾ സംപ്രേഷണം ചെയ്തത്. ആ പിതാവ് പറഞ്ഞത് അങ്ങനെ ഒരു കോംപ്ലിക്കേഷനുള്ള സർജറി അല്ലെങ്കിൽ ശസ്ത്രക്രിയയാണ് എന്നതല്ല ഡോക്ടർമാർ പറഞ്ഞത്. അത് പ്രകാരമാണ് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തത്. പക്ഷേ വളരെ പെട്ടെന്ന് ഈ മരണം സംഭവിച്ചതിന് ശേഷമാണ് ഇങ്ങനെ കുട്ടി മരിച്ചു എന്ന തരത്തിൽ വിവരം ഈ ബന്ധുക്കളെ അറിയിച്ചത്. അങ്ങനെ പെട്ടെന്നൊരു ഞെട്ടലുണ്ടായി എന്നതാണ് ആ പിതാവിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും എന്താണ് സംഭവിച്ചത്, അത്തരത്തിൽ ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ശസ്ത്രക്രിയയിൽ നിന്നും ഈ മരണത്തിലേക്ക് നയിച്ചത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്നാൽ ബന്ധുക്കളെ ഈ ആശുപത്രി അധികൃതർ അറിയിച്ചത്, ഡോക്ടർമാർ അറിയിച്ചത് ഈ ശസ്ത്രക്രിയയുടെ അവസാന ഘട്ടത്തിൽ ഹൃദയാഘാതം സംഭവിച്ചു എന്നതാണ് നിലവിൽ പ്രാഥമികമായി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അതിനപ്പുറത്തേക്കുള്ള പരിശോധനകളിലേക്ക് പോകേണ്ട ഒരു വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. കാരണം ബന്ധുക്കൾ ഉൾപ്പെടെ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് ഡോക്ടർമാർ ഏതെങ്കിലും തരത്തിൽ കോംപ്ലിക്കേഷൻ ഉള്ളൊരു സർജറി അല്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് കുട്ടിയുടെ മരണത്തിലേക്ക് എങ്ങനെ അത് നയിച്ചു, എന്താണ് അതിൽ സംഭവിച്ചത് എന്നതിൽ ഒരു വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും ഇവർ പോലീസിൽ പരാതി നൽകും എന്നതാണ് ഇത് സംബന്ധിച്ച് ബന്ധുക്കൾ അറിയിക്കുന്നത്. അതുൾപ്പെടെ അതിൽ എന്തായാലും ഒരു പരിശോധനയും അന്വേഷണവും ആവശ്യമാണ്. പേടിക്കേണ്ട ആവശ്യമില്ലാത്തൊരു സർജറി എന്നാണ് കുടുംബത്തിനോട് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ് ഈ സംഭവം. ശസ്ത്രക്രിയക്കിടയിൽ 9 വയസ്സുകാരൻ മരിച്ചു. ബേഡകം സ്വദേശി അഷ്റഫ് ബുഷറ ദമ്പതികളുടെ മകൻ ഇയാസ് ഒരു ഉദരസംബന്ധമായ ഒരു അസുഖത്തെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് എത്തിയത്. കുടുംബത്തിന് ചില സംശയങ്ങളുണ്ട്, കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്.